നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു കുട്ടി ഓണം വ്ലോഗാണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓണം. ഞാൻ എല്ലാ പ്രാവശ്യവും വീട്ടിൽ തന്നെ ആയിരിക്കും, ഒന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനും കൂടെ. അങ്ങനെയൊക്കെയാണ് ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടുള്ളത്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി ഓണത്തിൻ്റെ അന്ന് പുറത്താണ് ഫുള്ള് ഇന്നത്തെ ദിവസം കേട്ടോ. പിന്നെ നമ്മൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെപ്റ്റംബർ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏർലി ആക്സസ് ഉണ്ടാവും. ഏകദേശം ഒരു 50% to 80% ഓഫിൽ 1500 കൂടുതൽ ടോപ്പ് ബ്രാൻഡ്സ്, അതേപോലെ 3 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റൈൽസിൽ ഫാഷൻ ബ്യൂട്ടി ആ ഒരു കാറ്റഗറിയിലെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു വലിയൊരു സെയിലാണ് വരുന്നത്. അപ്പം നിങ്ങളത് മിസ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാനത് രാവിലെ നേരത്തെ എണീച്ച് ഒരുങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. വല്ലാണ്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പം ഇനി നമ്മൾ പോണ നേരത്തും ഈ മഴയും കൊണ്ടിട്ട് പൊണ്ടി വരുമോ എന്നുള്ളതിൽ ഒന്നും ചെയ്തില്ല. സാധാരണ ചെയ്യുന്ന സ്കിൻ കെയർ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ഈ പൗഡർ ഇപ്പം കാണാനില്ല. ഞാൻ എല്ലാ സൈറ്റിലും പോയി തപ്പി നോക്കി. ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ ഇതിന് പകരം ഇനി വേറെ ഏതെങ്കിലും ബനാന പൗഡർ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. ഇതെൻ്റെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഷുഗർ പോപ്പിൻ്റെ ഒരു ബനാന പൗഡർ. പിന്നെ ഐബ്രോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ലിപ്സ്റ്റിക്കും ഇട്ടു. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം മേക്കപ്പ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഇന്ന് ഈ ഗെറ്റ് റെഡി എടുത്തതിന് ശേഷം പോകുന്നതിന് മുമ്പ് എനിക്കെന്തോ ഒരു അപാകത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കണ്ണ് മാത്രം ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇതിൽ വന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ കണ്ണ് എഴുതിയത്, ക്യാമറ എല്ലാം ഓഫാക്കി വെച്ചതിന് ശേഷം. പിന്നെ ഞാൻ ഇങ്ങനത്തെ പൊട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എപ്പോഴും കുങ്കുമമാണ് ഇടാറുള്ളത്. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം, പരീക്ഷിക്കാം എന്ന് വെച്ചിട്ട്. ഇത് പണ്ടത്തെ കളക്ഷനാണ് കേട്ടോ. 10 കൊല്ലം മുന്നത്തെയാണ് ഈ പൊട്ടൊക്കെ. ഞാൻ ജോലിക്കൊക്കെ പോയിരുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നത്, ഇങ്ങനത്തെ പൊട്ടൊക്കെ. അപ്പം അന്നൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആണ്. പിന്നെ ഈ ചുരിദാർ ഇത് ഞാൻ ഓണത്തിന് എടുത്തതല്ല. ഇത് 2 കൊല്ലം മുന്നേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന, പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് ഓണക്കോടിയായിട്ട് ഇതെടുത്തു. ഇത് തൃശ്ശൂരാണ് കേട്ടോ. അമ്മ വളരെ മൂഡ് ഓഫിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. ഭയങ്കര കരച്ചിലും ഫോൺ ചെയ്യുമ്പോഴൊക്കെ വല്ലാത്തൊരു ഡിപ്രഷൻ, ട്രോമ, മൂഡിൽ പല കാരണങ്ങളും ഉണ്ട്. നമുക്കതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ളപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളും അത് കണ്ടിട്ട് വേണമല്ലോ വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു. വടക്കുന്നാഥനിലാണ് ആദ്യം പോയത്. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വടക്കുന്നാഥനിൽ. പക്ഷെ തൃശ്ശൂർ ഞങ്ങൾ വന്നപ്പം റോഡെല്ലാം വിജനമായി കിടക്കുകയാണ്. നല്ല സുഖമാണ് ട്രാവൽ ചെയ്യാൻ, കാരണം ഒട്ടും തിരക്കില്ല. പക്ഷേ നമ്മൾ വടക്കുന്നാഥനിൽ വന്നപ്പം കേരളത്തിലെ തൃശ്ശൂരിലെ എല്ലാ സുന്ദരന്മാരും സുന്ദരികളും വടക്കുന്നാഥൻ്റെ മുമ്പിലാണോ എന്ന് തോന്നി. അത്ര ഭംഗിയായിരുന്നു കേട്ടോ കാഴ്ച. എല്ലാവരും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ധാവണിയും ഒക്കെ ചുറ്റി, ആൺകുട്ടികളും അതെ പെൺകുട്ടികളും അതെ, നല്ല ഭംഗിയിൽ ഒരുപാട് ആൾക്കാർ ചുറ്റും ഈ വടക്കുന്നാഥനെ കാണാനായിട്ട്. നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഉച്ചയൂണ് ഗ്ലോബലിലാണ് കേട്ടോ. അപ്പോൾ ഗ്ലോബലിലേക്ക് ഞങ്ങളൊരു 11 മണി 10:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്ലോബലിലേക്ക് എത്തി. അപ്പോൾ കുറച്ച് നേരം നമുക്കത് വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു, കാരണം 11 മണി മുതലാണ് സദ്യ. അപ്പോൾ ഇവിടെ വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അമ്മേനൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചു. പിന്നെ ഗ്ലോബലിലെ അന്നത്തെ ഓണം സദ്യയുടെ ആദ്യത്തെ സദ്യ കഴിച്ചത് ഞങ്ങളാണ്, ഞാനും അമ്മയും. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല സദ്യയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണം ആയിരുന്നു ഇപ്രാവശ്യം. ഞങ്ങളുടെ ഒരു കുട്ടി വ്ലോഗായിട്ട് എടുത്തേട്ടോ. വലിയ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല, അന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഗ്ലോബലിൽ നിന്ന് ഊണ് കഴിച്ച നേരെ നമ്മൾ സിനിമയ്ക്കാണ് പോയത്. രാഗത്തിലെ ഹൃദയപൂർവ്വം
മോഹൻലാലിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ മിസ് ചെയ്യാറില്ല. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പോയി കാണും. ഇത് അമ്മയ്ക്കും ഈ സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹൃദയപൂർവ്വമൊക്കെ കണ്ട് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട, വയറൊക്കെ ഫുള്ളായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെയും കാണാം. ടാറ്റാ.